ജൂലൈ 22-ന് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തെ ഒരു നഗരത്തിലൂടെ ഒരു ട്രെയിൻ നടത്തിയ യാത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറുമെന്ന് ആരും കരുതിയില്ല. ആ ട്രെയിനും അതിലുണ്ടായിരുന്നവരും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. ഇതറിയുമ്പോഴാണ് ആ സംഭവത്തിന്റെ ആഴവും പരപ്പും എത്രയായിരുന്നുവെന്ന് നടുക്കത്തോടെ തിരിച്ചറിയും. ആ യാത്രയൊരു വിനോദയാത്രയായിരുന്നില്ല, അത് കുടിയേറ്റവുമായിരുന്നില്ല. എന്നാൽ ആ യാത്ര ഒരു ജനതയെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ തുടക്കമായി. വാർസോ ഗേറ്റോ എന്നറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ജൂതന്മാരുടെ തടവറയിൽ നിന്നും ഓരോ ദിവസവും നിറഞ്ഞ ട്രെയിനുകൾ പുറപ്പെട്ടിരുന്നു. ഇവയെല്ലാം ലക്ഷ്യമിട്ടത് ഒരേ ഒരു സ്ഥലമായിരുന്നു, ട്രെംപ്ലിംഗ എന്ന മരണത്തിന്റെ ഫാക്ടറി. 1939-ൽ ഹിറ്റ്ലറുടെ നാസിപ്പട പോളണ്ട് കീഴടക്കി. അധികം വൈകാതെ പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലെ എല്ലാ ജൂതന്മാരെയും മതിലുകൾക്കുള്ളിൽ അടച്ചു. ഏതാനും ചതുരശ്ര കിലോമീറ്ററുകൾ മാത്രം പോകുന്ന ആ മതിൽക്കെട്ടിനുള്ളിൽ 4 ലക്ഷത്തിലേറെ മനുഷ്യരെയായിരുന്നു കുത്തി നിറച്ച് അടച്ചത്. വിശപ്പ്, രോഗം, ഭയം, അങ്ങനെ കടുത്ത ആഘാതങ്ങളിലൂടെയായിരുന്നു അവർ കടന്നുപോയത്. ഓരോ ദിവസവും കുട്ടികൾ പട്ടിണിയിൽ മരിക്കുന്നത് മാതാപിതാക്കൾ നോക്കി നിൽക്കേണ്ടി വന്നു. വീഥികളിൽ മൃതദേഹങ്ങൾ നിരന്നു കിടന്നു. മരണം നിഴൽ പോലെ പിന്തുടരുന്ന ആ ഘട്ടത്തിലും അവർ ജീവിതത്തെ പ്രതിരോധിച്ചുകൊണ്ട് സ്കൂളുകളും രഹസ്യ പ്രാർത്ഥനകളും നടത്തി. തോറ പഠിപ്പിച്ചും പാട്ടുപാടിയും തങ്ങളുടെ ജീവൻ നിലനിർത്താനായി അവർ പോരാടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വന്നെത്തി. 1942 ജൂലൈ 22. ജൂതന്മാർക്ക് മുഴുവനും പുനരധിവാസവും ജോലിയും തരാമെന്നുള്ള ഒരു ഉത്തരവുമായി നാസികൾ രംഗത്തു. തടവുകാർക്ക് പ്രതീക്ഷ തോന്നിയെങ്കിലും അതൊരു കാപട്യമായിരുന്നു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം കൂട്ടക്കുരുതിയായിരുന്നു. അത് തീർപ്പാക്കാൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെയായിരുന്നു പ്ലാറ്റ്സ എന്ന റെയിൽവേ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. മുതിർന്നവർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, രോഗികൾ, അങ്ങനെ എല്ലാവരെയും ഒരേ വരിയിൽ നിരത്തി നിർത്തി. പുതിയ ജീവിതം തുടങ്ങാമെന്നുള്ള പ്രതീക്ഷകളുമായിട്ടായിരുന്നു അവരെല്ലാം നിന്നത്. എന്നാൽ അത് അവരുടെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളായിരുന്നുവെന്ന് മാത്രം അവര് അറിഞ്ഞില്ല. വെള്ളവും ഭക്ഷണവും വായുസഞ്ചാരമില്ലാത്ത ചരക്ക് വണ്ടികളിൽ കന്നുകാലികളെ പോലെ അടച്ചുപൂട്ടി മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടുനിന്ന യാത്ര. പലരും യാത്രക്കിടയിൽ തന്നെ മരിച്ചും വീണു. കുട്ടികൾ നിലവിളിച്ചു. മാതാപിതാക്കൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും പര്യാപ്തമായിരുന്നില്ല. മരണത്തിന്റെ തടവറയായിരുന്ന ട്രെംപ്ലിംഗയിൽ ട്രെയിൻ നിർത്തി. വാതിലുകൾ പതിയെ തുറന്നു. ആർത്തു വിളിക്കുന്ന SS സൈനികരും അവരുടെ നായ്ക്കളും തോക്കുകളുമായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. കുളിക്കാനാണ് എന്ന മറ്റൊരു കള്ളം പറഞ്ഞ് വണ്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജൂതന്മാരെയും പുറത്തിറക്കി മിനിറ്റുകൾക്കകം അവരെ ഗ്യാസ് ചേംബറുകളിലേക്ക് ഓടിച്ചു കയറ്റി. വിഷവാതകം തുറന്നുവിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അവരെല്ലാം അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അവിടെ കൂട്ടക്കുഴികൾ കുത്തി ആ മൃതദേഹങ്ങൾ മുഴുവനും കത്തിച്ച് ചാരമാക്കി. തെളിവുകൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായിരുന്നു. മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരത. ഹോളോകോസ്റ്റിലെ ഏറ്റവും വലിയ വേദന ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളായിരുന്നു. കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവർ വെറും നമ്പറുകളായി മാറുകയായിരുന്നു. പുസ്തകങ്ങൾക്ക് പകരം അവർക്ക് കിട്ടിയത് വിശപ്പായിരുന്നു. കളിസ്ഥലങ്ങൾക്ക് പകരം അടച്ചുപൂട്ടിയ മതിലുകളും ഗ്യാസ് ചേംബറുകളുമായിരുന്നു അവർക്ക് മുൻപിൽ തുറക്കപ്പെട്ടത്. ഓരോ കുട്ടിയുടെയും കൂടെ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു ലോകം കൂടിയാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ചില പോളിഷ് കുടുംബങ്ങൾ ജൂത കുട്ടികളെ ഒളിപ്പിച്ചു. ചില പുരോഹിതരും സന്യാസിനികളും സാധാരണ മനുഷ്യരുമെല്ലാം ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചു. അവരിൽ പലരെയും പിന്നീട് ആദരിക്കുകയുണ്ടായി. കട്ട പിടിച്ച ഇരുട്ടിനുള്ളിലും വെളിച്ചത്തിന്റെ തരി പൂർണ്ണമായും കിട്ടിയിരുന്നു. ഗ്രോസാഷൻ വാർസോ അവസാനിച്ചപ്പോൾ വാർസോ ഗേറ്റോ ഏകദേശം ശൂന്യമായി. അവിടെ ഹോമിക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് ജൂതന്മാരായിരുന്നു. അവരുടെ പേരുകൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ഗാനങ്ങൾ, അവരുടെ പ്രത്യാശ, അങ്ങനെ ഒന്നിനെയും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നാസികൾക്ക് കഴിഞ്ഞില്ല. 1942 ജൂലൈ 22 കേവലം ഒരു തീയതി മാത്രമായിരുന്നില്ല. മനുഷ്യർ മറ്റ് മനുഷ്യനോട് എത്രത്തോളം ക്രൂരനാകാൻ കഴിയുമെന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ്. ഉലകത്തിന് മുകളിൽ മരിച്ചു ജീവിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ഈ ഹൃദയഭേദകമായ ചരിത്രം ഇന്ന് പലർക്കും അജ്ഞാതം. കൊടും ക്രൂരതയുടെ ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാസികൾക്ക് ജൂതന്മാരുടെ ശരീരങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കാം, പക്ഷേ അവരുടെ പ്രത്യാശയെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. 1942 ജൂലൈ 22 വാർസോയിൽ പൊലിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഇന്നും അവരുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ്. അവർ ഇനിയും അതിജീവിക്കും. ആം ഇസ്രായേൽ ചായ്. ഇസ്രായേൽ ജനത എന്നും ജീവിക്കും.